ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹോണ്ട ആക്റ്റീവ വണ്ടി. നമുക്ക് ഫ്രണ്ട് സൈഡ് വലിവായിട്ട് വന്ന വണ്ടിയാണ്. അപ്പോൾ നമ്മളതിൻ്റെ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗം ഫ്രണ്ട് ഫോർക്കിൻ്റെ കംപ്ലയിൻ്റാണ് നമുക്ക് ഓടിച്ച് നോക്കിയപ്പോൾ കിട്ടിയിരുന്നത്. അപ്പോൾ ഫ്രണ്ട് ഫോർക്ക് അലൈൻമെൻറ്റ് കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. പക്ഷേ നിലവിൽ നമ്മൾ സംഭവിച്ചുകൊണ്ട് കേസുണ്ടല്ലോ, ഫ്രണ്ട് ഫോർക്കിൻ്റെ അലൈൻമെൻറ്റ് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഇടിച്ച് ബെൻഡായതോ അങ്ങനെയൊന്നുമല്ല. നിലവിൽ അതിൻ്റെ ഭാഗമൊക്കെ മൊത്തം തുരുമ്പിട്ട് പോയേക്കാണ്. ഈ സൈഡൊക്കെ നോക്കിയിട്ട് തുരുമ്പിട്ട് കൊടുത്ത അലൈൻമെൻറ്റൊക്കെ മൊത്തത്തിൽ ഇവിടെയൊക്കെ വിട്ടിരിക്കുകയാണ്. ഇതുണ്ട് അത് ഈ ഭാഗമൊക്കെ വിട്ടുപോയേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഫോർക്ക് അസംബ്ലിയെപ്പാടി ഫുൾ സെറ്റായിട്ട് നമ്മൾ മാറ്റുന്നുണ്ട്. അതേപോലെ തന്നെ മാറ്റുന്ന കൂട്ടത്തിൽ കൂടെ നമുക്ക് ഈ ഹാൻഡിലിൻ്റെ ബെയറിങ്, അതായത് ഈ ഫോർക്കുമ്പോൾ വരുന്ന ഒരു ബെയറിങ് സെറ്റ് ഉണ്ട്, ആ ബെയറിങ് നമുക്ക് മാറ്റിയിടണം. അതേപോലെ ഫ്രണ്ടിലത്തെ ബുഷ് സെറ്റുകൾ, ഈ ഫ്രണ്ടിൽ വരുന്ന ഈ ലിങ്കിൻ്റെ ബുഷുകൾ മാറ്റിയിടണം. കൂട്ടത്തിൽ കൂടെ ഈ ഷോക്കിൻ്റെ ബുഷ് മാറ്റാനുണ്ട്. അതേപോലെ ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ്ങിന് ചെറിയൊരു പ്ലേ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ബെയറിങ് കൂടി നമുക്ക് കൂട്ടത്തിൽ കൂടെ മാറ്റിയിടാം, ആ വീലിൻ്റെ ബെയറിങ് കേട്ടോ. അപ്പോൾ അതും കൂടി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഫ്രണ്ടിലത്തെ വർക്ക് നമുക്ക് കംപ്ലീറ്റ് ആയി പൊക്കോളും. അപ്പോൾ ആ ഭാഗം ചെയ്യുന്ന വർക്കിൻ്റെ ഭാഗം നമ്മൾ നീറ്റായി പൊക്കോളും. അപ്പോൾ ഫ്രണ്ടിലത്തെ കോൺസെപ്റ്റ് മാറ്റാനുണ്ട്, വീൽ ബെയറിങ് മാറ്റാനുണ്ട്, ഫ്രണ്ടിലത്തെ ഗ്രീൻ ബുഷ്, ലിങ്കിൻ്റെ ബുഷ്, ഹാൻഡിൽ ബെയറിങ്, അതായത് കോൺസെപ്റ്റ് എത്ര ഐറ്റം മാറ്റുമ്പോഴാണ് നമുക്കത് ക്ലിയർ ആവുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിനകത്തേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമുക്കൊരു 6 മണിക്ക് ആവും തീരുമ്പോഴത്തേക്കും, വർക്ക് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസൊക്കെ ഓൾറെഡി വാട്സാപ്പിൽ തന്നേക്കാം. ഓക്കെ, വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് റിപ്ലൈ ഇട്ടേക്കാം കേട്ടോ.